ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മിസ്സി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അല്പമായ പനിയുടെ ഭാരമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യം, അതായത് നമ്മുടെ ബൈബിൾ ക്വിസിന്റെ പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: യഹോവയുടെ നാമത്തെ അപമാനിച്ചതായി കുറ്റപ്പെടുത്തപ്പെട്ടത് ആരാണ്? യഹോവയുടെ നാമത്തെ അപമാനിച്ചതായി കുറ്റപ്പെടുത്തപ്പെട്ടത് ആരാണ്? രണ്ടാമത്തെ ചോദ്യം: ഏലിയാവിന്റെ ദൗത്യം എന്തായിരുന്നു? ഏലിയാവിന്റെ ദൗത്യം എന്തായിരുന്നു? മൂന്നാമത്തെ ചോദ്യം: പൊന്നുപോലെയും വെള്ളി പോലെയും ശുദ്ധീകരിക്കുന്നത് ആരെയാണ്? പൊന്നുപോലെയും വെള്ളി പോലെയും ശുദ്ധീകരിക്കുന്നത് ആരെയാണ്? നാലാമത്തെ ചോദ്യം: ദൈവത്തിന്റെ സ്നേഹം തെളിയിക്കാൻ ഉപയോഗിക്കുന്ന യാക്കോബ് ഏശാവ് വിഷയം പൗലോസ് ഏത് ലേഖനത്തിലാണ് ഉദ്ധരിച്ചിരിക്കുന്നത്? വാക്യം, അതിന്റെ റെഫറൻസ് കൂടി എഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ദൈവത്തിന്റെ സ്നേഹത്തെ തെളിയിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന യാക്കോബ് ഏശാവ് വിഷയം പൗലോസ് ഏത് ലേഖനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു? അതിന്റെ റെഫറൻസ് വരുന്നത് പുതിയ നിയമത്തിലാണ്. അഞ്ചാമത്തെ ചോദ്യം: ദൈവം വെറുക്കുന്നു എന്ന് പറയുന്ന കാര്യം യേശു ഏത് സുവിശേഷത്തിൽ ആദ്യകാല സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു? ദൈവം വെറുക്കുന്നു എന്ന് പറയുന്ന കാര്യം യേശു ഏത് സുവിശേഷത്തിൽ ആദ്യകാല സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു? അതിന്റെ റെഫറൻസ് പുതിയ നിയമത്തിൽ നിന്ന് വരും. മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നുണ്ട് റെഫറൻസ്. ആറാമത്തെ ചോദ്യം ഇതാണ്: എന്റെ ദൂതൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? പുതിയ നിയമത്തിൽ കാണുന്ന ഉദ്ധരിയോടുകൂടി റെഫറൻസ് എഴുതുക. ചോദ്യം ഒരിക്കൽ കൂടി പറയാം: എന്റെ ദൂതൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? പുതിയ നിയമത്തിൽ കാണുന്ന ഉദ്ധരണിയോടുകൂടി റെഫറൻസ് എഴുതുക. ഏഴാമത്തെ ചോദ്യം: പുരോഹിതനോട് ചോദിച്ച് പഠിക്കേണ്ടത് എന്താണ്? പുരോഹിതനോട് ചോദിച്ച് പഠിക്കേണ്ടത് എന്താണ്? എട്ടാമത്തെ ചോദ്യം: ഈ പുസ്തകത്തിൽ വിവാഹിതയ്ക്ക് പറഞ്ഞിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? ഈ പുസ്തകത്തിൽ വിവാഹിതയ്ക്ക് പറഞ്ഞിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒൻപതാമത്തെ ചോദ്യം: ലേവിയുടെ നിയമം എന്തിനോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു? ലേവിയുടെ നിയമം എന്തിനോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു? പത്താമത്തെ ചോദ്യം: ദൈവം ആദരിക്കുന്നത് ആരെയാണ്? ദൈവം ആദരിക്കുന്നത് ആരെയാണ്? ഇത്രയുമാണ് മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ സെഖര്യാവിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: എഫയിൽ ഇരിക്കുന്ന സ്ത്രീ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം: ദുഷ്ടതയെ. സെഖര്യാവ് 5:8. രണ്ടാമത്തെ ചോദ്യം: പറന്നുപോയതിൻ്റെ അളവ് എത്രയാണ്? ഉത്തരം ഇതാണ്: പറന്നുപോയത് ചുരുളാണ്. 20 മുഴം നീളവും 10 മുഴം വീതിയും. സെഖര്യാവ് 5:2. മൂന്നാമത്തെ ചോദ്യം: ഒരു മനുഷ്യാവയവത്തോട് ഉപമിച്ചത് ആരെയാണ്? അവയവം ഏതാണ്? സെഖര്യാവ് 2:8 നമുക്ക് ഇങ്ങനെ വായിക്കാം: സൈനികരുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതിയുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. അപ്പോൾ അതിന്റെ മേളിലത്തെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം സിയോനോടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഉപമിച്ചിരിക്കുന്നത് സിയോനോടും അവയവം കൺമണിയുമാണ്. നാലാമത്തെ ചോദ്യം: എണ്ണ ഒഴുക്കുന്ന 2 ഒലിവ് കൊമ്പുകൾ ആരൊക്കെയാണ്? ഉത്തരം: കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ. സെഖര്യാവ് 4:12, 14 വാക്യങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം: തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി ആരാണ്? ഉത്തരം: മഹാപുരോഹിതനായ യോശുവ. സെഖര്യാവ് 3:1-2 വാക്യങ്ങൾ. ആറാമത്തെ ചോദ്യം: ജ്ഞാനമേറിയ 2 പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: സോരും സീദോനും. സെഖര്യാവ് 9:2. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവ ആർക്കെല്ലാം വേണ്ടിയാണ് മഹാതീഷ്ണതയോടെ എരിയുന്നത്? ഉത്തരം: യെരൂശലേമിനും സിയോനും വേണ്ടി. സെഖര്യാവ് 1:14.
എട്ടാമത്തെ ചോദ്യം ഇതാണ്: യഹോവ വെറുക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഇതാണ്: കൂട്ടുകാരുടെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതും നിങ്ങളിൽ ആരും തന്റെ കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും വരുത്. സെഖര്യാവ് 8:17. അപ്പോൾ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതും കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും ചെയ്യുന്നതാണ് യഹോവ വെറുക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കുന്നത് ആരെയാണ്? ഉത്തരം ഇതാണ്: യഹൂദ മേധാവികളെ. സെഖര്യാവ് 12:6. പത്താമത്തെ ചോദ്യം: നിലവിളിച്ച രണ്ട് വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: സരളവൃക്ഷവും കരുവേലവും. സെഖര്യാവ് 11:2. ഇത്രയുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ഉത്തരം അയച്ചത് ആരാണെന്ന് നോക്കാം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ദൈവവചനം പഠിക്കുവാനുമുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുവാനും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിന്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.